ഹലോ! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ പുതിയ വർഷം പിറന്നിട്ട് എല്ലാവർക്കും എങ്ങനെയൊക്കെയുണ്ട്? നന്നായിട്ടൊക്കെ തന്നെയാണ് പോണത്. ഇന്നൊരു ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ആമിക്കുട്ടിക്കും ആലിക്കുട്ടിക്കും ഇന്ന് ക്ലാസ് ഉണ്ട്. ആമിക്ക് സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ഉണ്ട്. പിന്നെ എനിക്ക് ഇന്ന് വിൻ സൊസൈറ്റി പോകണം. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റേതായ രാവിലെ കുറച്ച് തിരക്ക് പിടിച്ചുള്ള പണികളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് താമസിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മണി പാകം കൊണ്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അത്ര വെളുപ്പിനെയൊന്നും എഴുന്നേറ്റില്ല. 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റു. നേരെ അടുക്കളയിലോട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിച്ചിട്ട് അടുക്കളയിലോട്ട് പോകുന്നു. ഞാൻ ഈ പല്ല് തേപ്പും വേറെ മറ്റു പരിപാടികളൊക്കെ കാണിക്കാത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്കത് ഇഷ്ടമല്ല. ഞാൻ ഇതിന് മുൻപ് ഒരു 5-6 മാസങ്ങൾക്ക് മുൻപൊരു ഷോർട്ട് വീഡിയോയിൽ ഇതേപോലെ പല്ല് തേക്കുന്നതൊക്കെ കാണിച്ചപ്പോഴത്തേക്കും ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടാ. ഇത് വേണ്ട, ബാക്കിയെല്ലാം കൊള്ളാം, ഇതൊഴിച്ചിട്ട് ബാക്കിയെല്ലാം കൊള്ളാം, ഇതൊന്നും കാണിക്കല്ലേ എന്നും പറഞ്ഞിട്ട് ഒരേ ഒരു കമൻറ്റാണ് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ പലരുടെയും വീഡിയോയിൽ അതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മറ്റുള്ളവർക്കത് ഇഷ്ടക്കേടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടല്ലോ എന്ന്. അപ്പം ഞാനതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിന്നും നൈസായിട്ട് ഒഴിവാക്കി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ വന്ന് ചായയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ നമ്മൾ ചോറിഞ്ഞ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ വെള്ളം പോകുമ്പോൾ ഞാൻ എടുത്തങ്ങോട്ട് വെക്കും. പിന്നെ ഈ ചട്ടിയും കലങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ കറി വയ്ക്കുന്ന ചട്ടികളും ചോറ് വയ്ക്കുന്ന കലമൊക്കെ ഞാൻ അവിടെ തന്നെ ആ സ്ലാബ് മേലെ കമത്തി വയ്ക്കും കേട്ടോ. അപ്പോൾ 2 കുക്കർ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കുക്കർ എടുത്ത് ഞാൻ മാറ്റി. പിന്നെ ചെറിയ കുക്കർ എടുത്ത് മാറ്റാത്തത് നമുക്കിന്ന് കടലക്കറി വെക്കണം. അപ്പോൾ രാവിലെ പുട്ടും കടലയുമാണ് ഉണ്ടാക്കണത്. ഞങ്ങൾക്ക് ഇവിടെ ആഴ്ചയിൽ ഒരു 2-3 ദിവസം കടലക്കറി ഉണ്ടാകും കേട്ടോ. ഇവിടെ കടല എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. പിന്നെ ഒന്നെങ്കിൽ പുട്ടിന് കടല, അല്ലെങ്കിൽ പയർ, അതും അല്ലെങ്കിൽ പഴമായിരിക്കും കേട്ടോ. ഞാനിവിടെ രാവിലെ എപ്പോഴും പയർ വർഗ്ഗങ്ങൾ എന്തെങ്കിലും ആക്കിയിട്ട് വെക്കും കേട്ടോ. ഒന്നെങ്കിൽ ചപ്പാത്തിയും പരിപ്പും, അല്ലെങ്കിൽ പുട്ടും കടല, പുട്ടും ചെറുപയറും, അല്ലെങ്കിൽ ചപ്പാത്തിയും ചെറുപയറും, അല്ലെങ്കിൽ ഇടിയപ്പവും കടലക്കറിയും, അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള പയർ വർഗ്ഗങ്ങൾ ഉണ്ടാവും. പിന്നെ അല്ലാതെ ഈ ഇടയ്ക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ ഈ പയർ വർഗ്ഗങ്ങൾ വെക്കൽ കുറവാണ്. പിന്നെ വല്ല പരിപ്പ് ഉണക്കച്ചെമ്മീനോ, അല്ലെങ്കിൽ രാത്രി ഇത്തിരി കഞ്ഞിക്ക് ഇത്തിരി ചെറുപയറോ അങ്ങനെയൊക്കെയാണ് വെക്കാറ്. കൂടുതലും രാവിലെ പലഹാരത്തിനാണ് ഈ പയർ വർഗ്ഗങ്ങളൊക്കെ എടുക്കാറ്. അപ്പോൾ തന്നെ നമ്മുടെ ചായ തിളച്ചപ്പോഴത്തേക്കും ചേട്ടനൊരു ഗ്ലാസ് ചായ ആദ്യം കൊണ്ടേ കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ കടല വേവിക്കാനായിട്ട് സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ നിന്ന് സമയമെടുത്ത് ചായ പതിയെ കുടിക്കാനുള്ള നേരമൊന്നും ഇല്ലാതെ കൊണ്ടിട്ട് പണിയുടെ ഇടയ്ക്ക് തന്നെ ആ ചായ കുടിച്ച് തീർക്കാമെന്ന് ഓർത്ത്. 2 ദിവസമായിട്ടേ ഭയങ്കര തിരക്കാർന്നിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് വേറൊന്നുമല്ല, വീട്ടിലത്തെ കാര്യങ്ങൾക്ക് തന്നെ ഓരോ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വന്ന്. അപ്പോൾ അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലോ ഒരു വീടായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സമയങ്ങളൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കമൻസിനൊന്നും തീരെ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ചേട്ടനാണ് ഇടയ്ക്കൊക്കെ കയറിയിട്ട് വല്ല കമൻറ്റിനൊക്കെയും റിപ്ലൈ കൊടുക്കണത്. എനിക്കങ്ങനെ എല്ലാത്തിനും കുത്തിയിരുന്നു. കാരണം കുറേ കമൻസ് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് മൊത്തവും കമൻറ്റ് വരും. പിന്നെ തലേ ദിവസം വിട്ട വീഡിയോയും അതിന് മുൻപിട്ട വീഡിയോയിലൊക്കെ കണ്ടിട്ട് അതിലൊക്കെ കമൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാടുണ്ടാവും. ഇപ്പോൾ ഞാൻ വിചാരിക്കാനുണ്ട്, ഞാനപ്പോൾ എപ്പോഴും ചെയ്യാറിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി ഫോണിൽ കയറി ഇരുന്നിട്ട് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാതെ രാത്രി ഒന്ന് പണികളൊക്കെ കഴിഞ്ഞ ശേഷം കിടക്കാൻ നേരം ആകുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഫോൺ എടുത്തിട്ട് റിപ്ലൈ കൊടുക്കലാണ് പതിവ്. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ദൈവമേ, ഞാനിങ്ങനെ കൂട്ടി വെച്ച് അത് അവിടെ കിടന്ന് കൂടണമല്ലാതെ അതിൽ കുറവൊന്നുമില്ല. ഞാൻ റിപ്ലൈ കൊടുത്താലല്ലേ അതിൽ കുറയുള്ളൂ. അപ്പോൾ ഞാൻ കരുതി ഇനി വരുന്ന കമൻസിന് ഉടനെ റിപ്ലൈ അങ്ങോട്ട് കൊടുത്തേക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ കൂടി കിടക്കൂലല്ലോ. അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട്. റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ അതും പരാതിയാണ് കേട്ടോ. കാരണം നമ്മൾ തുടക്കം മുതലേ എല്ലാ വീഡിയോസിനും നമുക്ക് കമൻറ്റ് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും അതിന് മറുപടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കൊടുക്കാതിരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും, കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയപ്പോഴത്തേക്കും വലിയ ഗെയിമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും. ഒന്നുമല്ല കേട്ടോ, തിരക്ക് കാരണമായിട്ടാണ്. കാരണം ഞാൻ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലത്തെ പണി. ആകെ എനിക്കൊരു യൂട്യൂബ് ചാനൽ മാത്രമേ ഉള്ളൂ. ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് പേജൊക്കെ എനിക്ക് ഉണ്ടെങ്കിലും പക്ഷേ അതിലൊന്നും ഞാൻ വലിയ ആക്റ്റീവൊന്നും അല്ല കേട്ടോ. ഞാൻ ആകെ ഒരു വീഡിയോസ് ഇടുന്നത് ഇതിൽ മാത്രമാണ്. പിന്നെ 1-2 വീഡിയോക്ക് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്നും വലിയ ആക്റ്റീവല്ല. എനിക്ക് നേരവും ഇല്ല അതിലൊക്കെ ഒന്നും എടുത്ത് ഇടാനായിട്ടുള്ള. ഞാൻ വിചാരിച്ചു ഈ വർഷമെങ്കിലും അത് ഫേസ്ബുക്ക് പേജിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോസ് ഡെയിലി ഇടണമെന്ന്. പക്ഷേ എന്നെക്കൊണ്ട് നടക്കണമെന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ, പിന്നെ ആ ചെറുത് വരുമ്പോൾ അതിനെ പഠിപ്പിക്കണം, പിന്നെ വീട്ടിലെ ജോലി, അതിനിടയ്ക്ക് വീഡിയോ എടുക്കണം, വീഡിയോ എഡിറ്റ് ചെയ്തിടണം. ഇതൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും കേട്ടോ. ഒറ്റയ്ക്ക് തനിയെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ എന്നെക്കൊണ്ട് എന്താണെന്നറിയില്ല,
എല്ലാം കൂടെ നടക്കണില്ല. പിന്നെ പുറത്ത് വേറെ ആവശ്യങ്ങൾക്ക് പോകേണ്ട സ്ഥലത്ത് നമുക്ക് അവിടെ പോവാതിരിക്കാൻ പറ്റില്ല, ആവശ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ സമയങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഒരുപാട് സമയം ചിലവാക്കാൻ എൻ്റെ അടുത്തില്ല. ഇതിപ്പോൾ ആരെങ്കിലും നിർബന്ധിച്ച പോലെയാണല്ലോ. ആരെങ്കിലും നിർബന്ധിച്ചാൽ നിങ്ങളോട് ചെയ്യാനെന്ന് ഇപ്പോൾ കുറേ കമൻറ്റ് വരും കേട്ടോ. ഞാനെന്നാലും എൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞതാണ്. ഇപ്പം ഇവിടെ എന്താ ഉണ്ടായേ? സത്യം പറയാലോ, ഞാൻ വീഡിയോ നോക്കി ആദ്യം സൗണ്ട് കൊടുക്കാൻ തുടങ്ങിയെങ്കിലും ഇപ്പം പറഞ്ഞതിന് തുടങ്ങിയതെങ്കിലും പിന്നെ ഞാൻ എൻ്റെ ആലോചന എവിടേക്കോ പോയി കേട്ടോ. എൻ്റെ മൈൻഡ് മൊത്തത്തിൽ ഔട്ടായി. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഒരു ഫ്ലോയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു പോയി. അങ്ങനെ ചേട്ടന് ഒരു കണക്കിന് പറഞ്ഞു വിട്ടേട്ടാ. ചേട്ടന് ഫുഡൊന്നും കൊടുത്തിട്ടില്ല, വന്നിട്ടേ കഴിക്കുകയുള്ളൂ കേട്ടോ. രാവിലെ ഒരു 7:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചേട്ടൻ പോകും. പിന്നെ ഒരു 9:30 മണിയാകുമ്പോൾ വരും. വരുമ്പോഴേ രാവിലത്തെ ഭക്ഷണം കഴിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ കഞ്ഞിക്ക് അടുപ്പത്തിട്ടിട്ടുണ്ട്, വെള്ളവും ഇട്ട് അരിയും കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് തെർമൽ കുക്കറിലോട്ട് ഇറക്കി വെക്കാം. അപ്പോൾ ഞാൻ പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. അതൊരു 10-15 മിനിറ്റോളം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോഴത്തേക്കും നമ്മുടെ കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു 3-4 വിസിലടിച്ചിട്ടും അവിടെ ആവി പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവിയൊക്കെ പോയി കടലയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കറി വയ്ക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ എപ്പോഴത്തെ പോലെ തന്നെ കടല അരച്ചിട്ടാണ് കറി വയ്ക്കണത്. തേങ്ങയൊന്നും ചേർക്കണില്ല കേട്ടോ. തേങ്ങാപ്പാലും ഇടണില്ല, തേങ്ങയും ചേർക്കണില്ല. വെറുതെ കടല അരച്ചിട്ട് ചേർത്ത് ആണ് ഉണ്ടാക്കണത്. അപ്പോൾ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിക്കാം. ഇനി അതിലോട്ട് ഉള്ളിയും പച്ചമുളകല്ല, കറിവേപ്പിലയും ഉണക്കമുളക് ഇടണമെങ്കിൽ ഇടാട്ടെ. ഞാനിപ്പോൾ ഉണക്കമുളക് ഇട്ടിട്ടില്ല, ധൃതിപ്പണിയാണ്, സ്പീഡ് വർക്കാണ്. അപ്പോൾ ഉണക്കമുളക് അവിടെ നിന്ന് എടുക്കാൻ പോലും നേരമില്ലാത്ത പോലെ ആയിപ്പോയി. ഉള്ളിയും കറിവേപ്പില ഈ ചട്ടിയാണെങ്കിൽ വെക്കേണ്ട താമസമുള്ള കേട്ടോ. ഭയങ്കര പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പെട്ടെന്ന് ചൂടാകും. അപ്പോൾ അതിൻ്റെ ഉള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ച് നമ്മുടെ കടലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് കടല അരച്ചതും കൂടെ ഇട്ട് നല്ലതുപോലെ തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ആ കളറൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയാണ്. നല്ല കുറുകി എടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. പുട്ടിനെ കൂടെ നല്ല കുഴച്ച് കഴിക്കാനായിട്ട്. അതും ഈ പുട്ടാകുമ്പോഴത്തേക്കും പിന്നെ പറയുകയും വേണ്ട. അങ്ങനത്തെ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി പുട്ടും കൂടി ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാം. കാരണം അവർക്ക് സ്കൂളിൽ പോകാനുള്ള സമയമായിട്ടാണ്. ഞാൻ ഈ വീഡിയോ എടുക്കണത് കൊണ്ടിട്ടേ കുറച്ച് സമയം അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഈ വീഡിയോ എടുക്കൽ ഭയങ്കര ചടങ്ങാണ് കേട്ടോ ഈ സ്കൂളുള്ള സമയത്ത്. അതാണ് ഞാൻ മിക്ക വീഡിയോയിലും രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാത്തത്. ഈ സ്കൂളിൽ പോകണതും റെഡിയാക്കണതൊക്കെ കുറേ സമയങ്ങൾ നമ്മുടെ പോകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. പിള്ളേർക്കാണെങ്കിൽ കറക്റ്റ് സമയത്ത് വണ്ടി വരുമ്പോഴത്തേക്കും അവർക്ക് അവിടെ എത്തുകയും ചെയ്യണമല്ലോ. ഞാൻ ഈ വീഡിയോ എടുത്ത് നടന്നിട്ടുണ്ടെങ്കിൽ വണ്ടി എങ്ങാനും പോയാൽ പിന്നെ ഞാൻ തന്നെ വണ്ടി എടുത്ത് ആക്കാൻ വേണ്ടി സ്കൂൾ വരെ പോകണം. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ആദ്യത്തെ പുട്ടാകുമ്പോൾ തന്നെ ഞാൻ ആലുവിന് കഴിക്കാൻ കൊടുത്ത് പിന്നെ ആമിക്കുട്ടിക്കും ഒരു കുഞ്ഞു കഷ്ണം എടുത്ത് വാരി കൊടുത്തിട്ടാണ്. ആളെന്നാണെങ്കിൽ എഴുന്നേറ്റപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്. ആദ്യം കരച്ചിലാണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാണ്. നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും. പിന്നെ എടുക്കണതിനും പിടിക്കണതിനൊക്കെ കരച്ചിലായിരിക്കും കേട്ടോ. അങ്ങനെ പുട്ട് റെഡി ആയപ്പോഴത്തേക്കും ആ മക്കൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തു. ആമിക്കുട്ടീനെ കുളിപ്പിച്ചു. ആലു കുളിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്ന്. അങ്ങനത്തെ ആമിയുടെ മുടി വാരി കൊടുക്കാനാണ്. അപ്പോൾ ഫോൺ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇരുന്ന് കരച്ചിൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കാനാണ്. ഇനി സ്കൂൾ എത്തണ വരെയും ഇത് തന്നെ കരച്ചിലായിരിക്കും. അവൾ ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് കരയണയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫോണിൽ വീഡിയോ എടുക്കണമല്ലേ എന്നും പറഞ്ഞിട്ട് ഞാനും ഇടയ്ക്ക് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതേ രണ്ട് കുഞ്ഞു കൊമ്പ് കെട്ടി കൊടുക്കാനാണ്. ഞാൻ മുടി വെട്ടിക്കളയാന്ന് പറഞ്ഞാൽ പാടില്ലാതെ വന്നപ്പോഴത്തേക്കേ സമ്മതിക്കണില്ല. എനിക്ക് മുടി വേണം, അമ്മയുടെ അത്രയും മുടി വേണമെന്നും പറഞ്ഞിട്ടാണ്. അങ്ങനെ അതേ 2 പേർക്ക് ഇപ്പോൾ അയാൾക്ക് മുടി കെട്ടി കൊടുക്കണം. അപ്പോൾ അയാൾ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അയാൾക്ക് മുടി കെട്ടി കൊടുക്കാനായിട്ട്. 2 പെൺകുഞ്ഞുങ്ങളായതുകൊണ്ടിട്ടേ 2 മുടി കെട്ടി കൊടുക്കണം. ആൺകുട്ടികളാണെങ്കിൽ പിന്നെ ഇതൊന്നും നോക്കണ്ട, ഒരു പാൻറ്റും ഷർട്ടും എടുത്ത് അങ്ങോട്ട് പോയേച്ചാൽ മതിയല്ലേ. പെൺകുട്ടികളാകുമ്പോൾ എന്താണ് മുടി കെട്ടി കൊടുക്കണം, അവരെ ഒരുക്കണം, പിന്നെ വേറെ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. ആലുവിനൊന്നും ചെയ്യാൻ പാടില്ല സ്കൂളിൽ. ഒരു പൊട്ട് പോലും തൊടാൻ പാടില്ല, കയ്യിൽ വള ഇടാൻ പാടില്ല, മോതിരിടാൻ പാടില്ല, നെയിൽ പോളിഷ് അടിക്കാൻ പാടില്ല, മറ്റേ തൂക്കമുള്ള കമ്മലിടാൻ പാടില്ല. ആമിക്കുട്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആമിക്ക് പൊട്ടൊക്കെ തൊട്ട് സുന്ദരിക്കുട്ടിയായിട്ട് പോവാട്ടോ. അങ്ങനെ 2 കൊമ്പൊക്കെ കെട്ടിക്കൊടുത്തു. പിന്നെ പൊട്ടൊക്കെ തൊട്ട് കൊടുക്കണം, പിന്നെ ഷൂസ് ഇട്ട് കൊടുക്കണം, സോക്സ് ഇട്ട് കൊടുക്കണം, എല്ലാം ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കരച്ചിലായതുകൊണ്ട് ആളൊന്നും ചെയ്യില്ല. കരച്ചിലൊന്നും ഇല്ല. നല്ല കുട്ടിയായിട്ട് ഇരിക്കണമെങ്കിൽ ഷൂസൊക്കെ തന്നെ എടുത്തിടും, പോയി പൊട്ടൊക്കെ തൊടും, പൗഡറൊക്കെ എടുത്തിടും. അങ്ങനെ കേട്ടോ. ഇടയ്ക്കൊരു ചീത്ത സ്വഭാവം വരും, ഇടയ്ക്ക് നല്ല സ്വഭാവമായിരിക്കും.
ഇന്ന് ഈ തരിപ്പുട്ടായതുകൊണ്ടിട്ടേ ആലുവിന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഈ പുട്ട് മതിയെന്ന് പറഞ്ഞിട്ടാണ്. പുട്ടും കടലക്കറിയും. ആൾക്ക് ഇവിടെ നിന്ന് എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞേ ഇന്ന് ഈ വർഷം ഇങ്ങനെ പോട്ടെ, അടുത്ത വർഷം മുതൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത വർഷം മുതൽ എനിക്ക് തോന്നുന്നത് ന്യൂൺ മീൽ ഇല്ലയെന്ന് തോന്നണം കേട്ടോ. 8ാം ക്ലാസ് തുടങ്ങി ഇല്ലെന്നാണ് തോന്നുന്നത്. ഈ വർഷം മാത്രമേ ഉള്ളൂ. ഈ വർഷം കൂടെ ഉള്ളെന്നാണ് ആലു പറയണത് കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. അപ്പോൾ ആൾക്കിപ്പോൾ എപ്പോഴും ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴൊന്നും കൊടുത്തുവിടാറില്ല, പറ്റുമ്പോഴൊക്കെ കൊടുത്തുവിടാറുണ്ട്. അപ്പോൾ ഇന്ന് ചോറ് ഞാൻ പറഞ്ഞില്ല, ചോറ് വെച്ചിട്ടില്ല, ചോറായിട്ടില്ല. അപ്പോൾ ഈ പുട്ട് കണ്ടപ്പോഴത്തേക്കും പുട്ടും കടലയും മതി എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് പാത്രത്തിൽ അത് വെച്ച് കൊടുത്ത് ആമിക്കുട്ടിക്ക് കുറച്ച് കടലക്കറിയും ആ ചാറ് ഇല്ലാതെ ഒരു ഇച്ചിരി കടല മാത്രം മീതിയെന്ന് കോരിയിട്ട് പാത്രത്തിലിട്ട് കൊടുത്തിട്ടാ. ആൾക്കും അവിടെ 2 തരം കറിയൊക്കെ ഉണ്ടാകും കേട്ടോ. പച്ചക്കറിയും എന്തെങ്കിലും മോര് ചാറാ അല്ലെങ്കിൽ സാമ്പാറാ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു 2 തരത്തിലുള്ള കറികൾ എപ്പോഴും ഉണ്ടാകും ആമിക്കുട്ടിക്ക് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തത് അപ്പനുള്ളത് കൊണ്ടിട്ട് പിന്നെ എനിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം കൊണ്ടുപോയിക്കോളും. അപ്പോൾ ദേ ആളെ റെഡിയാക്കി അപ്പൻ്റെ കൂടെ പറഞ്ഞിടുന്നത്. അപ്പോൾ പോയ സമയത്ത് ഒരു ടാറ്റ പോലും തരാണ്ടാണ് കേട്ടോ പോയത്, അരിശം കയറി ഇരുന്നേച്ചത് കൊണ്ടിട്ട്. അങ്ങനെ കുറുമ്പത്തി കുഞ്ഞ് പോയി കേട്ടോ. ഇന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊന്നുമില്ല, ടാറ്റയില്ല, ഒന്നുമില്ല. വഴക്കിട്ടിരുന്ന് വെച്ചത് കൊണ്ടിട്ട് ഒന്നും തരാതെയാണ് അരിശം കയറി പോയേക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിന്ന് ഉച്ചക്ക് സ്കൂളിൽ വരില്ല എന്നും പറഞ്ഞിട്ടാണ് വിട്ടേക്കണത്, ഉമ്മയൊന്നും തരാത്തത് കൊണ്ടിട്ട്. അപ്പോൾ അതേ ആലുവിൻ്റെ മുടി കെട്ടി കൊടുക്കണം. അപ്പോൾ ആലുവിന് 8:40 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. 8:45 വണ്ടി വരും കേട്ടോ. അപ്പോൾ 2 മുടി പിന്നി കെട്ടി കൊടുക്കണേ. എല്ലാം തന്നെ ചെയ്തോളും കേട്ടോ. മുടി മാത്രം ഞാൻ കെട്ടിക്കൊടുത്താൽ മതി. കാരണം നെറുകിടണമല്ലോ. ഇങ്ങനെ നേരെ നെറുകിടുമ്പോഴത്തേക്കും ബാക്കിലൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതാരെങ്കിലും ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ആൾക്ക് പിന്നാൻ അറിയാൻ പാടില്ല മുടി. അപ്പോൾ അല്ലാതെ 2 ഇങ്ങനെ അഴിച്ചിട്ട് കെട്ടാനൊക്കെ അറിയാം, മുടി പിന്നാൻ അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ കെട്ടിക്കൊടുക്കണം. മക്കളങ്ങോട്ട് സ്കൂളിൽ പോയി കഴിയുമ്പോഴത്തേക്കോ പിന്നെ വീട് ഉറങ്ങിയിട്ടാണ്. പിന്നെ ഒരു മൂകതയാണ്. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ആവണം. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പണികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11:30 എനിക്ക് പോകാനുള്ളത് കൊണ്ടിട്ട് ഒരു ഇച്ചിരി പണികളൊക്കെ കൂട്ടാനുണ്ട്. അപ്പോൾ ഒത്തിരി നേരം ഞാൻ വന്ന് പുറത്ത് വന്നിരുന്നു കേട്ടോ. മിക്കിനെ കൂടെ ഒരു ഇച്ചിരി നേരമൊക്കെ അങ്ങനെ ഇരിക്കും ഞാൻ. ഇപ്പോൾ നമുക്കിന്ന് മീനൊന്നും ഇല്ല, പ്രത്യേകിച്ച് മീൻ വെട്ടാനും ഇല്ല. മീനൊക്കെ വെട്ടാനുണ്ടെങ്കിലാണ് അങ്ങനെ സമയം പോകും. അപ്പോൾ ഇന്ന് പച്ചക്കറി വയ്ക്കാൻ കൊണ്ടിട്ട് അത്ര വലിയ ധൃതിയില്ല. അപ്പോൾ അതേ പിള്ളേർ പോയി കഴിയുമ്പോഴത്തേക്കും വീട് ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ കിടക്കുള്ളൂ. കസേര അവിടെ ഇവിടെ, തോർത്തവിടെ, പിന്നെ കളിപ്പാട്ടങ്ങൾ അവിടെ ഇവിടെ, പിന്നെ കഴിച്ച പാത്രങ്ങൾ അവിടെ ഇവിടെ, എല്ലാം അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് പോകും. വീട്ടിലുള്ള സമയത്താണെങ്കിൽ ആലിക്കുട്ടി എനിക്ക് ഒതുക്കിയൊക്കെ തരും കേട്ടോ. ഈ രാവിലെ പോണ തിരക്കിനാളൊന്നും ചെയ്യാറില്ല. അപ്പോൾ കഴിച്ച പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പോകും. അങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ എല്ലാം ഞാൻ ഓരോന്നായിട്ട് പിന്നെ ഒതുക്കണം. വൈകുന്നേരം ഇതുങ്ങൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കും വീട് നല്ല നീറ്റായിട്ട് കിടക്കും. ഇതുങ്ങൾ വരുമ്പോൾ പിന്നെയും ഇതേപോലെ തന്നെ പഴയ പോലെ തന്നെ ആകും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ദേ എല്ലായിടമൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കണേ കേട്ടോ. അപ്പോൾ കസേരകളൊക്കെ നിരത്തി ചായച്ചൊക്കെ അവിടെ വയ്ക്കുന്നുണ്ട്. ആമിക്കുട്ടിയുടെ പാവനെടുത്ത് ആമിയുടെ കസേരയിലോട്ട് വെച്ച് പിന്നെ അതാ ഒരു കുഞ്ഞ് പേടിച്ചിരിക്കണ വേണ്ട, അത് ആളുടെ പൈസ കേട്ടോ. കുറച്ച് ചില്ലറ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പനും ചേട്ടനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിക്കേണ്ടത് ഞങ്ങൾ ക്രിസ്മസിൻ്റെ സമയത്ത് പൊട്ടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് പേഴ്സ്, ഇത് ആലുവിൻ്റെ പേഴ്സായിരുന്നു, ബാഗായിരുന്നു. അപ്പോൾ അതിലിട്ട് നടക്കണേ കേട്ടോ ആൾ. അപ്പോൾ അതവിടെ വലിച്ചെറിഞ്ഞിട്ടിട്ട് പോയിട്ട് ഞാനതവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കേ ഞാൻ രാവിലത്തെ ചായ കൂടിയൊക്കെ അതിനിടയ്ക്ക് കഴിച്ച് കേട്ടോ. ഇനി നമുക്ക് ആ കോവയ്ക്ക ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അത് താളിച്ചെടുക്കണം. അതും താളിക്കാം. പിന്നെ മുട്ടയും വറുക്കാമെന്ന് ഓർത്താൽ, പക്ഷേ മുട്ട മേടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഞാനിനി പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് മുട്ട വാങ്ങാമെന്ന് ഓർത്തിരിക്കുന്നതാണ്. അങ്ങനെ അതേ കോവയ്ക്കൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കുരുമുളക് പൊടിയിൽ താളിച്ചെടുക്കാം. അപ്പോൾ കുരുമുളകില്ല, അത് നമുക്കത് പൊടിച്ചെടുക്കണം. മിക്സിയിൽ ചാറിലിട്ട് കുരുമുളക് ഇട്ടിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ വെണ്ടയ്ക്ക, ബീൻസ്, പിന്നെ തക്കാളി, ഇതേപോലെ കോവയ്ക്ക, അതൊക്കെ പിന്നെ നമ്മുടെ ഇരുമീശപ്പയർ, അതൊക്കെ കുരുമുളക് പൊടിയിൽ താളിക്കും കേട്ടോ. ഈ കോവയ്ക്കും വെണ്ടയ്ക്കൊക്കെ കുരുമുളക് പൊടിയിൽ താളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനെപ്പോഴും കുരുമുളക് പൊടി എടുക്കുന്നത് കൊണ്ടിട്ടേ ഒരാളുടെ കമൻറ്റ് ഞങ്ങളുണ്ടാകും, ചേച്ചിക്ക് കുരുമുളക് ഫ്രീ ആയിട്ട് കിട്ടണേണമെന്ന്. നമുക്കിവിടെ കുരുമുളക് കൃഷിയൊന്നും ഇല്ല കേട്ടോ. ഫ്രീ ആയിട്ട് കിട്ടാൻ കാശ് കൊടുത്ത് തന്നെ വാങ്ങണേണേ. കുരുമുളക് എന്താ പറയുക, ഞങ്ങൾ ഇങ്ങനത്തെ കറികളിലൊക്കെ കുരുമുളക് പൊടി ഇടാറ് കണ്ടിട്ടാ. മിക്ക കറികളിലും ഇടാറുണ്ട്. മീൻകറി ഒഴിച്ച് ബാക്കി ഒരുവിധപ്പെട്ട കറികളിലൊക്കെ കുരുമുളക് പൊടി ഇടാറുണ്ട്. അങ്ങനെ
അപ്പോൾ ഗോവയ്ക്ക കറി അടുപ്പത്താക്കിയിട്ട് നേരെ പാത്രം കഴുകാനായിട്ട് നിന്ന്. ഈ പാത്രങ്ങളും കൂടെ ഒക്കെ തേച്ച് കഴുകി പെരടകമൊക്കെ ഒന്ന് അടിച്ച് പുറത്തൊക്കെ ഒന്ന് അടിച്ചിട്ട് വേണം പെട്ടെന്ന് തന്നെ കുളിച്ച് എനിക്ക് മീറ്റിങ്ങിന് പോകാനായിട്ട്. കുറേ പേര് പറയാറുണ്ട് കേട്ടോ, ചേച്ചി എന്തോരം പണികളാണ് ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് പണികൾ പണ്ട് തുടങ്ങി ഞാൻ ഇഷ്ടംപോലെ പണിയെടുക്കുന്ന കൂട്ടത്തിലാണ് ചെറുപ്പം മുതലേ. പക്ഷെ ഇപ്പം എനിക്ക് പണിയെടുക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ പ്രായത്തിനിരിക്കുമ്പോൾ 30 വയസ്സ് കഴിഞ്ഞില്ലേ, 31ാമത്തെ വയസ്സായി എനിക്ക്. അപ്പോൾ പഴയ ആ ഒരു എനർജി ഇപ്പം ഉണ്ടാകണമെന്നില്ലല്ലോ. ചെറുപ്പമാണ്, അത് ശരിയാണ്. പക്ഷേ നമുക്ക് അതിൻ്റെതായ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കിപ്പോൾ പണിയെടുക്കുമ്പോഴാണെങ്കിലും ഒരുപാട് പണിയെടുക്കുമ്പോഴത്തേക്കും എനിക്ക് നടുവൊക്കെ കഴിച്ച് കാലൊക്കെ കഴിച്ച് ഞാൻ എവിടെയെങ്കിലുമൊക്കെ മാറി മൂലക്കൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. ഫുൾ ടൈം ഞാൻ ഇതുപോലെ പണിയെടുത്തുകൊണ്ടിരിക്കണതല്ലേ. നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ എപ്പോഴും അടുക്കള തന്നെ ചേച്ചി, എപ്പോഴും അടുക്കള തന്നെ, എപ്പോഴും കുക്കിങ്, എപ്പോഴും പാചകം. അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ. വീഡിയോയിൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ, അതുകൊണ്ടിട്ടാണ് ഞാൻ കുക്കിംഗ് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താനില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ ഇത് തന്നെ കാണിക്കുന്നത്. അതേപോലത്തെ കുറച്ച് മണ്ണ് കൊണ്ട് ഇട്ടാൽ മതിയല്ലേ? ഞാൻ അതിനിടയ്ക്ക് ഒന്ന് മീറ്റിങ്ങിന് വേണ്ടി പോയി ചേട്ടാ. അപ്പം അത് കഴിഞ്ഞ് വന്ന് പിന്നെ ആമയുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ പോണേലും ഈ മുട്ടയൊക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ട് പോകാൻ നോക്കാം. 1 മണിക്കാണ് ആമയുടെ സ്കൂളിൽ മീറ്റിംഗ്. നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ട വറുക്കാം. വേറെ കറിയൊന്നും വെച്ചിട്ടില്ല. പോവൊക്കെ താളിച്ചില്ല, അത് മാത്രമേ ഉള്ളൂ. രാത്രി എന്തെങ്കിലും കറി വയ്ക്കാം. അങ്ങനെ ദേ മുട്ടയൊക്കെ പെട്ടെന്ന് തന്നെ അടിച്ച് വറുത്തെടുത്തത്. ഞാൻ മുട്ടക്ക് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴത്തേക്കും ഒരിച്ചിരി കൂടി പോയി കേട്ടോ. പിന്നെ ഞാനതെടുത്ത് മാറ്റാൻ നിന്നില്ല, അങ്ങനെ തന്നെ വറുത്തെടുത്ത്. അങ്ങനെ അപ്പച്ചനും ചേട്ടനൊക്കെ ചോറ് കൊടുത്ത് ഞാനും 2 പിടി ചോറ് പെട്ടെന്ന് തന്നെ വാരി കഴിച്ചും നേരെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ സ്കൂളിലോട്ട് ഇറങ്ങണേ കേട്ടോ. അപ്പോൾ 1 മണിക്കാണ് മീറ്റിംഗ്. 12:55 അവിടെ എത്തണമെന്ന് മിസ്സ് പ്രത്യേകം മെസ്സേജ് വിട്ടിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് ഒരു 12:40 ആയപ്പോഴത്തേക്കുമാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ആമിക്കുട്ടിക്ക് എല്ലാ സബ്ജക്റ്റിനും 50-ൽ 50 മാർക്കുണ്ട് കേട്ടോ. ഫുൾ മാർക്കുണ്ട് കേട്ടോ. ആളിച്ചിരി പഠിക്കും കേട്ടോ. നമ്മുടെ മക്കൾ ഇങ്ങനെ ഫുൾ മാർക്കൊക്കെ മേടിക്കുമ്പോൾ വലിയ ക്ലാസ്സിലല്ല, ചെറിയ ക്ലാസ് ആണെങ്കിൽ പോലും ഇങ്ങനെ എല്ലാ മാർക്കും വാങ്ങുമ്പോഴത്തേക്കും നമുക്കതൊരു സന്തോഷമല്ലേ, മനസ്സ് നിറഞ്ഞ സന്തോഷമല്ലേ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. അപ്പോൾ ഇത്രയും പിള്ളേർ ഫുൾ മാർക്ക് മേടിച്ച പിള്ളേരാണ്. അപ്പോൾ അവരെ ഒരുമിച്ച് നിർത്തി മിസ് ഫോട്ടോയൊക്കെ എടുക്കുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ആമിക്കുട്ടിക്ക് ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ. ആമി ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ. ഇതേ മാർക്ക് നോക്ക് ഫുള്ളുണ്ട്. ഫോട്ടോയൊക്കെ എടുത്ത നമ്മൾ മാറ്റി വെച്ചത് ഫ്രണ്ട് തുറക്കറിയോ? ചീത്താക്കല്ലേട്ടാമോ?
നല്ല ഒച്ചാണല്ലേ ഇന്ന്. കുടുകളാണ് കുടുകള്. ചോക്കറ അതൊക്കെ കൊണ്ടുപോവാ. അത് അമ്മക്ക് നന്നാക്കണം ആ സാധനേ. കാൽക്കുലേറ്ററേ കമ്പ്യൂട്ടർ എഞ്ചിനീയർ കൊണ്ടുപോവാ. ചീത്തായിരിക്കണേണ് ആമിയേ. കൊണ്ടുവാ. വാ ഉടുപ്പൊക്കെ മാറുവാ. ചോറുന്നാ ചോറുന്നാ. കറി എന്തായിരുന്നു? പിന്നെ പിന്നെന്ത് കറി? എല്ലാ ചോറും തിന്നാ? തൂത്ത് തിന്നാ? ഗുഡ് ഗേള്. വാ ഡ്രസ്സ് മാറാ. ചീത്താക്കല്ലേട്ടാ, നമുക്ക് അവിടെ കൊണ്ടുപോകാനുള്ളതാണത്. ആ അപ്പോഴേ ഞാനിന്നൊരു മൺചട്ടി വാങ്ങിയേട്ടാ. നമുക്ക് പള്ളിപ്പെരുന്നാൾ വന്നപ്പോൾ ചട്ടികളൊന്നും വാങ്ങാൻ പറ്റില്ല, കാരണം പൊരിഞ്ഞ വിലയായിരുന്നു. പിന്നെ എനിക്ക് തൽക്കാലം ഉപയോഗിക്കാനുള്ള 2-3 ചട്ടികൾ ഇവിടെ ഉള്ളതുകൊണ്ടിട്ട് അത്രയും വില കൊടുത്തിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് വാങ്ങിയില്ല. അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു ചേച്ചി ചട്ടികളൊക്കെ ആയിട്ട് വിൽക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ട്, കാരണം വില കൊണ്ട് കൊള്ളാം, ചട്ടിയും തരക്കേടില്ല, നല്ല ആദായം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ 2-3 ചട്ടി വാങ്ങിയാനേ. അപ്പോൾ ആ നേരത്ത് അങ്ങനെ ഞാൻ ഒരെണ്ണേ വാങ്ങിയുള്ളൂ. പിന്നെ ഒരാൾ നിരന്തരമായിട്ട് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്, ചട്ടി മയക്കണ വീഡിയോ ഇടുവോ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ അയാൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം കാണിക്കാതിരിക്കുന്നത് മോശമല്ലേ. പിന്നെ എനിക്കും കറിച്ചട്ടിയുടെ അത്യാവശ്യമുണ്ട്, കാരണം ഞാനിവിടെ ഏത് നേരം നോക്കിയാലും മീൻ കറി വയ്ക്കലാണ് അല്ലേ. മീനാണ് നമ്മുടെ താരം. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ചട്ടികളും വേണം. അപ്പോൾ എനിക്ക് ഈ ഒരു സൈസിലുള്ള ഒരു ചട്ടി മാത്രമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരെണ്ണം വാങ്ങി. അപ്പോൾ അത് എങ്ങനെയൊന്ന് മയക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളമില്ലേ, ചോറിൻ്റെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ച് വയ്ക്കും. ഒരു ദിവസം മുഴുവനും ഒഴിച്ച് വെച്ച് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അത് കളഞ്ഞേച്ചും കുറച്ച് നല്ലതുപോലെ കഴുകി വെള്ളം തിളപ്പിച്ചെടുക്കും. ഇതാണ് ചെയ്യണം. സോപ്പിട്ട് കഴുകിയെടുക്കും. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ നല്ലതുപോലെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമല്ല, സോറി, കഞ്ഞിവെള്ളം. ഇനി നമുക്കതവിടെ മാറ്റി വെച്ചേക്കാം കേട്ടോ. ഇനി നാളെ നമുക്കത് എടുത്ത് കഴുകിയെടുക്കാം. നല്ല കൊച്ചു ചട്ടി അല്ലേ. ഇതിലും കുഞ്ഞു ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനത് വാങ്ങിയില്ല. പിന്നെ മറ്റേ നമുക്കുള്ളതുപോലത്തെ ആ കറുപ്പ് കളറുള്ള കാലമില്ലേ, അതുപോലത്തെ കുഞ്ഞു കാലം പോലത്തത് ഉണ്ടായിരുന്നു. അത് ഞാൻ പള്ളുവരത്തിൽ നിന്ന് വാങ്ങിയതുണ്ട്. അതുപോലത്തെ ഈ ഒരു നിറത്തിലാണ് ഉണ്ടായത്. പക്ഷെ എനിക്ക് ഉള്ളത് കൊണ്ടിട്ട് ഞാനത് വാങ്ങിയില്ല. പിന്നെ പൈസയും ഇല്ലായിരുന്നു. നമുക്ക് പിന്നെ ഇത് മതിയല്ല. ചട്ടിയൊക്കെ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറുനാരങ്ങ പിടിച്ചിട്ടുണ്ട്. നമുക്ക് അച്ചാറിട്ട് വെക്കാണ്ട്. ഇപ്പം കുറേ ദിവസങ്ങളായി അച്ചാർ തീർന്നിട്ട്. അപ്പം മാങ്ങ വില വെച്ചപ്പോഴത്തേക്ക് എന്ത് വിലയെന്നാ. അപ്പം പിന്നെ നാരങ്ങ മേടിച്ച് 2 മാങ്ങക്ക് 30 രൂപ. അത് ഇത്ര ചൂട് കണ്ണി മാങ്ങ പോലെ ഇരിക്കാം. അപ്പം പിന്നെ അത് വാങ്ങിയില്ല. അപ്പോൾ 2-3 കിറ്റ് ചെറുനാരങ്ങ മേടിച്ച് നമുക്ക് നാരങ്ങ അച്ചാറിടാം. എന്തെങ്കിലും അച്ചാർ കൂട്ടിയാൽ പോരെ, തൊട്ട് കൂട്ടാനല്ലേ. അച്ചാറുകൾ തീർന്നിട്ട് ഇപ്പോൾ കാലങ്ങളായിട്ട്. അപ്പോൾ ഇത്തിരി അച്ചാറിടാന്ന് ഓർത്തിട്ട് നാരങ്ങ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ച്, ഇത്തിരി ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട്, അപ്പോൾ ആ ഒരു ഇതൊക്കെ പോട്ടെ എന്ന് കരുതിയിട്ട് ഇനി നമുക്ക് ആ പാത്രങ്ങളിലൊക്കെ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് വയ്ക്കാണ്ട്. അപ്പോൾ ഞാൻ ഈ പാത്രം എപ്പോഴും ഉപയോഗിക്കുന്നത് വല്ല ഷോർട്സിലൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പാത്രങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറ്. വീഡിയോ എടുക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഞാനത് എടുക്കാറില്ല കേട്ടോ. കാരണം നമ്മൾ ഈ വെള്ളത്തിൻ്റെ കൈ വെച്ചിട്ട് പിടിക്കുമ്പോഴൊന്നാമത് അത് ചില്ലാണ്, നടുക്ക് കൊണ്ട് ചില്ലും, പിന്നെ മൊത്തത്തിൽ സ്റ്റീലുമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ മൂടി പിടിച്ചിട്ട് നമ്മുടെ കൈ എപ്പോഴും നനഞ്ഞിരിക്കുമല്ലോ അടുക്കളയിൽ. നമ്മളെപ്പോഴും ഇങ്ങനെ കൈ കഴുകിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴുകിയും പിടിച്ചൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ ആ കൈ കൊണ്ട് തന്നെ തുറക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അരികത്ത് തുരുമ്പ് പിടിക്കണം. ആ സ്റ്റീലല്ല, ചില്ലിൻ്റെ ഉള്ളിലോട്ട് വെള്ളം കയറിയിട്ടേ അവിടെ നിന്ന് വെള്ളം നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനതങ്ങനെ ഉപയോഗിക്കൽ കുറവാണ്. വീഡിയോ എടുക്കുമ്പോൾ മാത്രം അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ അതന്ന് ക്രിസ്മസിൻ്റെ ഇടയ്ക്ക് ഞാൻ തേച്ച് കഴുകി വെച്ചിട്ട് പിന്നെ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലോട്ട് പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കടുക്, മുളക് പൊടി ഞാൻ 2 തരത്തിലത്, മറ്റേ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും മാറ്റി വെച്ചും നമ്മുടെ നാരങ്ങ ഇഡ്ഡലി ചെമ്പിലോട്ട് ആവി കളയാനായിട്ട് വെച്ച് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ട് ഒന്ന് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ ചട്ടിയിൽ ഞാൻ വെച്ചേക്കണതേ നമ്മുടെ മുട്ടക്കുടലപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിള്ളേർ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമിക്ക് ഉച്ചവരെ ആല് വരാൻ നേരമായി. അപ്പോൾ ആല് കിടന്ന് ധൃതി പിടിക്കും. വന്ന് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ട്യൂഷന് പോകണമല്ല. 4:20 4:30 മണി കൊണ്ട് ആൾ വരുള്ളൂ. പിന്നെ 5 മണിക്കൊട്ട് ട്യൂഷനും പോകണം. അപ്പോൾ ആ നേരം കൊണ്ട് ഉണ്ടാക്കി കഴിയൂല. അപ്പോൾ അതുകൊണ്ട് വരുന്നതിന് മുൻപ് തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി മുട്ടക്കടലപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആൾ വന്ന് കഴിച്ചതേ നേരെ ട്യൂഷന് പോകണേണ്ട. അപ്പോൾ നമ്മുടെ ആമിക്കുട്ടി എന്നാ വായി തന്നെ മിക്കുക്കുട്ടൻ്റെ
പുതപ്പാണ് കേട്ടോ അവൻ ആ കെട്ടിപ്പിടിച്ച് കിടക്കണത്. അവൻ അതുമേലാണ് കിടക്കണതും നടക്കണതും കടിച്ചുകൊണ്ട് വലിച്ചമ്മ എവിടെ കൊണ്ടിട്ടാലും അത് അവൻ കടിച്ചുകൊണ്ടെന്ന് അവൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തിട്ട് ആമിക്കുട്ടി അപ്പുറത്ത് നിന്ന് TV കാണാൻ കേട്ടോ. ഞാനും ചായ കുടിച്ച് നേരെ അച്ചാറിടാനുള്ള പണി നോക്കാമെന്ന് കരുതി. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി എടുക്കണേ കേട്ടോ. അപ്പോൾ ഞാനിന്ന് അച്ചാറുണ്ടാക്കണത് നമ്മുടെ മുളക് പൊടിയൊന്നും ചേർക്കാതെ മഞ്ഞ കളറിൽ ഉണ്ടാക്കൂലേ, അങ്ങനത്തെ അച്ചാറാണ് ഉണ്ടാക്കാൻ വേണം. ചേട്ടന് ഇഷ്ടപ്പെടുമോയെന്ന് അറിയാൻ പാടില്ല, എന്നാലും ഉണ്ടാക്കാമെന്ന് കരുതി. എപ്പോഴും നമ്മൾ എരിവിട്ടിട്ടല്ലേ ഉണ്ടാക്കണത്. പിന്നെ ഇതിന് മുൻപ് ഒരു തവണ ഉണ്ടാക്കിയിട്ടത് ചേട്ടൻ കൂട്ടിയും ഇല്ല, ഞാൻ മാത്രം കൂട്ടി തീർത്തുള്ളത്. അത് പിന്നെ വളരെ കുറച്ചാണ് ഉണ്ടാക്കിയത്. ഇവിടെ എല്ലാവർക്കും എരിവ് വേണം കേട്ടോ. എല്ലാ കറികൾക്കാണെങ്കിലും അച്ചാറിനാണെങ്കിലും എല്ലാത്തിനും നമ്മുടെ ആമിക്കുട്ടിക്ക് പോലും നല്ല എരിവ് വേണം. പിള്ളേർക്ക് അധികം എരിവ് കൊടുക്കരുതെന്നാണ് കേട്ടോ പറയണത്. എന്നാലും ഇവിടെ ആമൂന് അങ്ങനെ എരിവ് കഴിക്കണതിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ അച്ചാർ എനിക്ക് തോന്നുന്നു ഓണത്തിനെങ്ങാണ്ടും നമ്മുടെ ഈന്തപ്പഴവും വടകപ്പുളിയും കൂടി അച്ചാറിട്ടിട്ട് പിന്നെ അച്ചാറിട്ടേ ഇല്ല. പിന്നെ അതിനിടയ്ക്കെങ്ങാണ്ട് ഒരു ഇച്ചിരി മീനെങ്ങാണ്ടും എടുത്തിട്ട് കുടിക്കുക ഏതോന്ന് തോന്നുന്നു, മീൻ ചറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ നാരങ്ങയോ നമ്മുടെ നെല്ലിക്കയോ മാങ്ങയോ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് കുറേ നാളായി കേട്ടോ. പിന്നെ നമ്മളിവിടെ അച്ചാർ ഉണ്ടാക്കിയില്ലെങ്കിലും ചേട്ടൻ കുഞ്ഞു കുപ്പികളും കവറുകളിലൊക്കെ അച്ചാർ വാങ്ങിക്കൊണ്ടുണ്ട്. ചേട്ടൻ എന്ത് കഴിച്ചാലും അച്ചാർ വേണം. അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ സമയം അത്രയും ആയിട്ട് അങ്ങനെ പോയി അകത്ത് പോയി ലൈറ്റൊക്കെ ഇട്ട് വാതിലൊക്കെ പൂട്ടി. കാരണം കൊതുകേ ഭയങ്കര കൊതുകാണേ. കൊതുകിൻ്റെ ശല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും പറ്റില്ല, അത്രയും കൊതുകാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു 6 മണി ആകുന്നതിന് മുൻപ് തന്നെ ജനലും വാതിലെല്ലാം അടക്കും കേട്ടോ ഞാൻ. ഇനി നമുക്ക് അച്ചാറിട്ട് തുടങ്ങാം. അപ്പോൾ നാരങ്ങ ഞാൻ ആ ചൂടൊക്കെ ഒന്ന് പോയപ്പോഴത്തേക്കും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ കയ്പ്പായിരിക്കുള്ളൂ, അല്ലെങ്കിൽ തന്നെ കയ്പ്പായിരിക്കുള്ളൂ. അപ്പോൾ ആ കുരു ഞാനതെടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്കത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്ത് അച്ചാറിടാനായിട്ട് തുടങ്ങാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകും സാധാരണ നമ്മൾ ഇടുന്നത് പോലെ തന്നെ മുളക് പൊടി ചേർക്കുന്നില്ലെന്ന് മാത്രം, ബാക്കി എല്ലാം ചേർക്കുന്നുണ്ട്. കടുകും ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും പച്ചമുളകും ഇച്ചിരി അധികം കൊടുക്കും, കാരണം നമ്മൾ വേറെ മുളകൊന്നും ചേർക്കണമെന്നില്ല. അതൊക്കെ വഴറ്റി കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയ ശേഷം ആ നാരങ്ങയും കൂടെ ഇട്ടൊന്ന് എണ്ണയിൽ നല്ലതുപോലെ വഴറ്റിയിട്ട് അതിലോട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും നമ്മുടെ വിനാഗിരിയും പിന്നെ കായപ്പൊടിയും ഒക്കെ ചേർത്ത് ഉപ്പും ഒക്കെ ചേർത്ത് പിന്നെ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി പഞ്ചസാര ചേർത്തിട്ടുണ്ട്, അല്ലെ ഭയങ്കര കയ്പ്പായിരിക്കുള്ളൂ. ഇവിടെ മധുരം ഇഷ്ടമാണ് അച്ചാറുകൾക്കെന്ന് പറഞ്ഞാൽ നെല്ലിക്ക അച്ചാറിനൊന്നും അല്ല കേട്ടോ, മാങ്ങ അച്ചാറിനും അല്ല, നമ്മുടെ ഈ നാരങ്ങ അച്ചാർ പിന്നെ വടകപ്പുളി അച്ചാർ അതിനൊക്കെ ഞാനൊരു ഇച്ചിരി പഞ്ചസാര ചേർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അച്ചാർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കണം. അപ്പോൾ കറി വയ്ക്കാൻ വേണ്ടി ചേട്ടൻ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനി നമുക്ക് നന്നാക്കി എടുക്കാം. നന്നാക്കിയെന്ന് പറഞ്ഞാൽ കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇത്രയും തൊട്ട് നക്കി നോക്കിയതാണ് കേട്ടോ അച്ചാർ ടേസ്റ്റ് ഉണ്ടാ എങ്ങനെയുണ്ട്. ഇല്ല, അച്ചാർ കണ്ടാൽ പിന്നെ എനിക്ക് വായി കപ്പലോടിക്കാനുള്ള അത്രയും വെള്ളം ഉണ്ടാകും കേട്ടോ. അങ്ങനെ ബാക്കി ആ കയ്യിലുണ്ടായിരുന്നതൊക്കെ ഞാനൊന്ന് ഇങ്ങനെ വടിച്ചൊക്കെ നക്കിയൊക്കെ നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിച്ച് സംതൃപ്തി അടഞ്ഞ് ഇതിന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കുപ്പിയിലാക്കാം. അപ്പോൾ നമുക്കിനി ചിക്കൻ്റെ പണി നോക്കാം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്കിനി പ്രാർത്ഥനയൊക്കെ ചൊല്ലാനായിട്ട് പോകാനായിട്ട്. അതിനിടയ്ക്ക് ആൻറ്റി ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ വാങ്ങാനായിട്ട്. അപ്പോൾ അത് വാങ്ങിച്ച് ആൻറ്റി പോയി. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് സമയമൊക്കെ പോയിട്ട് അപ്പോൾ നമുക്കിന്ന് ചിക്കനേ കറി വെച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പകുതി ഞാൻ എടുക്കുന്നുള്ളത് 2 ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ കറിയാക്കിയിട്ട് വേഗം പ്രാർത്ഥന കൊല്ലാനായിട്ട് പോവാം കേട്ടോ. ഉരുളക്കിഴങ്ങ് എപ്പോഴും ഇവിടെ ഉണ്ടാവും കേട്ടോ, ആ ഉള്ളിക്കൊട്ടയുടെ അകത്ത്. പിന്നെ മുട്ടയും ഉണ്ടാവും, കാരണം ആമിക്കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഉരുളക്കിഴങ്ങ് വറുത്തത്, മുട്ട വറുത്തത്, പപ്പടം, ഇതൊക്കെ. പപ്പടം പിന്നെ കൂടുതൽ പിള്ളേർക്ക് കൊടുക്കാനായിട്ട്, പിള്ളേരെന്നല്ല നമ്മൾ വലിയ ആൾക്കാർക്ക് അധികം കഴിക്കണം നല്ലതല്ല. പപ്പടം ഞാൻ അങ്ങനെ എപ്പോഴും കൊടുത്തു വിടാറില്ല കേട്ടോ. അപ്പോൾ മുട്ട കൊടുത്തു വിടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വറുത്തതും കൊടുത്തു വിടാറുണ്ട്. അതുണ്ടെങ്കിൽ പിന്നെ ആൾക്ക് വേറെ ഒന്നും വേണ്ട. അങ്ങനെ അതേ കറി അടപ്പത്തേക്ക് ആക്കിയിട്ട് മസാലകളെല്ലാം കൂട്ടി കറി അടപ്പത്തേക്ക് ആക്കി അതിന് ചെറിയ തീയിലിരുന്ന് അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കൂടി കഴുകാനുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ആമിക്കുട്ടി എൻ്റെ ചെവി കടിക്കുന്നുണ്ട് അവിടെ വന്നിരുന്നിട്ട്. ഞാൻ ഈ അടുക്കളപ്പണിയൊക്കെ കൂട്ടി വെച്ചും സാവകാശം പോയി പ്രാർത്ഥന എല്ലാനിരിക്കണതേ, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ധൃതിയായിരിക്കും, സ്പീഡായിരിക്കുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇനി പെട്ടെന്ന് പോയി കറി വെക്കണമല്ലോ, അങ്ങനെ ചെയ്യണമല്ലോ, ഇങ്ങനെ ചെയ്യണമല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സൊക്കെ സ്വസ്ഥമാക്കിയിട്ട് പ്രാർത്ഥനയില്ല. പിന്നെ എനിക്ക് ഈ പ്രാർത്ഥന ചൊല്ലണ വീഡിയോ ഇങ്ങനെ എടുക്കണത് ചേട്ടന് അത്ര വലിയ താല്പര്യമല്ല കേട്ടോ. ഈ പ്രാർത്ഥിക്കണതൊക്കെ എടുത്തിട്ട് വീഡിയോക്കകത്ത് ഇടേണ്ട ആവശ്യം ഉണ്ടാകുന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണത് നമ്മുടെ ദൈവത്തിനെ കാണിച്ചാൽ പോലെ. പിന്നെ ഞാനിതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കണോണ്ടിട്ട് അരികും മുക്കും മൂലയൊക്കെ എടുത്തിടണമെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏത് ടൈപ്പുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ആ രീതിയിലുള്ള കൂടുതലായിട്ടുള്ള വീഡിയോസൊക്കെ ഇടാമല്ലോ അങ്ങനെ. അപ്പോൾ അതെല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് തീരാനാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.